അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. തലമുറയുടെ ഗുരുസാഗരമായ ബഹ്റുൽ ഉലൂം ഷേഖ് സൈനുദ്ദീൻ ബിൻ അലി ഹസൻ അൽ മഖ്ദൂമി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുടെ ജീവിതം ദർശനം ആസ്പദമാക്കി ഈ വരുന്ന ഡിസംബർ 18 മലപ്പുറം നൂറാടിയിലുള്ള റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടക്കുന്നു. നിങ്ങളെ ഏവരെയും അതിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചരണ ടേബിൾ ടോക്കാണത്. കണ്ണ് എന്നതാണ് വിഷയം. കണ്ണിന്റെ ആരോഗ്യത്തിന് ഉതകുന്ന ടിപ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ആ കണ്ണെന്ന അവയവത്തിന്റെ സംരക്ഷണത്തിന് ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുന്ന സമയം മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് 2 തള്ളവിരലുകളിൽ ഊതി കണ്ണുകൾ തടവുന്നത് കണ്ണിന് കാഴ്ച എന്നും നിലനിൽക്കാൻ അത് കാരണമാകുമെന്നും മറ്റ് പരീക്ഷണങ്ങളെ തൊട്ട് സംരക്ഷിക്കപ്പെടാൻ, കാവൽ ലഭിക്കപ്പെടാൻ അത് ഉത്തമ കാരണമാണ് എന്നും പല പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പ്രകാരം തന്നെ കണ്ണുകൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുകളെയും അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖമീസിനെയും മുൻനിർത്തിയിട്ടുള്ള യാ നാളിറയ്യ ബി യഅ്ഖൂബിൻ ഉഈദുകുമാ ബിമസ്തആദ ബിഹി യദ്ഖാനഹുൽ ബസറു ഖമീസു യൂസുഫ അൽഖാഹു അലാ ബസരി ബഷീറു യൂസുഫ ഫദ്ഹബ് അയ്യുഹല്ലറു എന്ന ഈ പദ്യശകലം ചൊല്ലി കൈകളിൽ ഊതി കണ്ണിൽ തടവുന്നത് ഒരുപാട് കണ്ണ് രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമെന്ന്, അതിനുള്ള സിദ്ധൌഷധമാണെന്ന് പല പ്രാമാണിക ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. വളരെ സൂക്ഷ്മപരമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു അവയവമാണ് കണ്ണ്. മതപരവും ഭൗതികപരവുമായി കണ്ണിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഇതര രേഖകളിൽ, എയർപോർട്ടുകളിൽ, അതുപോലെ തന്നെ ആധാറുകളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് കണ്ണുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന് കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെക്കുറിച്ച് മുഴുവനായിട്ട് അറിയാൻ സാധിക്കുമെന്നുള്ളത് പരമാർത്ഥമാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള വൈകാരികമായ വേരിയേറ്റങ്ങളെക്കുറിച്ച് വായിച്ചെടുക്കാൻ അയാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. കണ്ണിനൊക്കെ വലിയ പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ കംഅതു മിനൽ മന്നി വമാ ഹുവ ശിഫാഉൽ ലിൽ ഐനി. കൂൺ എന്ന് പറയുന്ന വസ്തു എല്ലാവർക്കും അറിയാം. കൂൺ, അതിൻ്റെ വെള്ളം കണ്ണിൻ്റെ രോഗത്തിനക്ക് ശമനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ള വസ്തുക്കളുമായി ശാസ്ത്രീയപരമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് മരുന്നാക്കി മാറ്റി രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം. നൈട്രജൻ പോലെയുള്ള മൂലകങ്ങൾ കൂണിൽ അടങ്ങിയത് കൊണ്ട് തന്നെ കൂൺ ഭക്ഷണമാക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ണിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങളാകുന്ന തിമിരം, അതുപോലെ തന്നെ കണ്ണ് ചീഞ്ഞു പോവുക പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുവാൻ ഈ കൂണിലുള്ള എൻസൈമുകൾക്കും ആകുന്ന മൂലകങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് പരമ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യവും. അതുകൊണ്ട് തന്നെ ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വുളു എടുക്കുമ്പോൾ കണ്ണിൻ്റെ ഉൾഭാഗം കഴുകേണ്ടതില്ല, കറാഹത്താണെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം കണ്ണിനെ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് കണ്ണുനീർ കൊണ്ടാണ്. കണ്ണുനീരിൽ അമ്ല ഗണമുണ്ട്. കണ്ണു ചീച്ചിൽ വരാതിരിക്കാനും കണ്ണിലെ അപരവസ്തുക്കളെ നീക്കം ചെയ്യാനും പൊടിപടലങ്ങൾ ഒഴിവാക്കാനും ഈ കണ്ണുനീർ കൊണ്ടാണ് കണ്ണ് വാഷ് ചെയ്യേണ്ടത്. കണ്ണുകൾ കഴുകുമ്പോൾ അമ്ലഗണമുള്ള കണ്ണുനീർ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിലേക്ക് കൂടുതൽ വെള്ളം അടിക്കുന്നത് നന്നല്ല. കണ്ണീരിൽ ലൈസോസൈം എന്ന എൻസൈം വിവിധ ഇൻഫെക്ഷനുകളിൽ നിന്ന് സംരക്ഷിക്കുമെന്നും പരിശുദ്ധ ഹദീസ് വചനവും ഫിഖ്ഹും എത്ര പരമാർത്ഥമാണ് വിളിച്ചു പറഞ്ഞത്. കണ്ണിലേക്ക് വെള്ളമടിച്ച് കഴുകിക്കളയേണ്ട, എപ്പോഴും
കണ്ണുനീർ കൊണ്ട് നനക്കുന്നത് നല്ലതാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കണ്ണിനെ വിവിധ ഇൻഫെക്ഷനുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തടുക്കുന്നതിനും കണ്ണ് കുളിർമയായി ഇരിക്കുന്നതിനും കണ്ണുനീർ ഒരു പ്രധാന ഘടകമാണ്. കണ്ണുനീർ ഇടയ്ക്കിടയ്ക്ക് ഒഴുക്കുന്നത് കൊണ്ട് മനസ്സിന് പോലും സമാധാനം ലഭിക്കും. ഹൃദയത്തിലുള്ള കുറേ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ കണ്ണീരൊഴുക്കി കരഞ്ഞാൽ കുറേ ഭാരങ്ങൾ ഒഴിവാകും എന്നാണല്ലോ പരമാർത്ഥം. കണ്ണ് ഒലിക്കണമെങ്കിൽ ഹൃദയം ഭയമുള്ളതാകണം. ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബു യഹ്സൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമാണ്. ഹൃദയം ഭയക്കും, അതോടൊപ്പം കണ്ണീരൊഴുക്കും. ഈ കണ്ണീരൊഴുക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കിയാൽ അവൻ അർശിനമേൽ ഉണ്ടെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോട്ടങ്ങളെ കൊണ്ട് മാത്രം ശിക്ഷയും കൂലിയും ലഭിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിശാച്ചിന്റെ വിഷത്തിലൂട്ടിയ അസ്ത്ര സമാനമാണ് നോട്ടങ്ങൾ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നിഷിദ്ധമായ കാര്യങ്ങൾ നോക്കുക വഴി നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ അത് കാരണമാകുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഇസ്ലാമിൽ പല നോട്ടങ്ങളും ഇബാദത്തായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 4 നോട്ടങ്ങൾ അത് ഇബാദത്താണ്, പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒന്നാമത്തത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലേക്കുള്ള നോട്ടം, രണ്ടാമത്തത് കഅബയിലേക്കുള്ള നോട്ടം, മൂന്നാമത്തത് മാതാപിതാക്കളിലേക്ക് കൃപയോടുകൂടിയുള്ള നോട്ടം, നാലാമത്തത് ഉഹ്റവിയായ ആലിമീങ്ങളുടെ മുഖത്തേക്ക് ബഹുമാനത്തോടു കൂടെയുള്ള നോട്ടം. ഇങ്ങനെ നോട്ടങ്ങൾ കൊണ്ട് മാത്രം പ്രതിഫലം ലഭിക്കുമെന്നും അത് ഇബാദത്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ പൊന്നിൻ സൂചി കൊണ്ട് കുത്തിയാലും കണ്ണു പൊട്ടുമെന്ന പഴമൊഴി പോലെ കണ്ണിനെ വളരെ ശ്രദ്ധയോടെ പരിചരിക്കേണ്ടതാണ്. പ്രമേഹം, മറ്റ് രോഗങ്ങൾ കൊണ്ടും കൺകാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടും. ശക്തിയുള്ള പ്രകാശങ്ങളിലേക്ക് നോക്കുന്നതും കൺകാഴ്ച നഷ്ടപ്പെടാൻ കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നക്ഷത്രം പൊട്ടി വീഴുമ്പോൾ, മിന്നറിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കരുത്, കാഴ്ച നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. വേറൊരു ഹദീസിൽ ആത്മീയമായ ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. നിങ്ങൾ നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കരുത്, നിങ്ങളുടെ കാഴ്ച തട്ടിയെടുക്കാൻ അത് ഹേതുവായേക്കാം. ചുരുക്കത്തിൽ കാഴ്ചയെ പരാമർശിക്കുന്ന ഖുർആനിക സൂക്തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങളും നിരവധിയാണ്. കണ്ണിന് പരമാവധി ശ്രദ്ധയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ കണ്ണു മുഖേനെ മനുഷ്യൻ നരകിക്കുകയും നരകത്തിൽ എത്തുകയും അപ്രകാരം തന്നെ കണ്ണിനെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും സ്വർഗത്തിലേക്ക് എത്താനും നമ്മുടെ കണ്ണ് പര്യാപ്തമാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചുരുക്കത്തിൽ കണ്ണിൻ്റെ കാഴ്ചകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ പ്രാമാണികമായും ശാസ്ത്രീയമായും ഇവിടെ ഹ്രസ്വമായി വിവരിക്കപ്പെട്ടു. സർവ്വ നന്ദിയും അറിയിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു, ഉറങ്ങുന്ന സമയം അജ്ഞനം ഉപയോഗിച്ചുകൊണ്ടുള്ള സുർമ നിങ്ങൾ ഇടൽ പതിവാക്കുകയും കണ്ണിന് കാഴ്ച കൂടുതലായി ലഭിക്കാൻ അത് പര്യാപ്തമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിരീക്ഷണം വളരെ അർത്ഥവത്താണ്. അപ്രകാരം സസ്യലതാദികളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, പച്ചപ്പിലേക്ക് നോക്കുക എന്നുള്ളത് കണ്ണിൻ്റെ കാഴ്ചയെ ദൃഢീകരിക്കാനും ശക്തീകരിക്കാനും കഴിയുമെന്നും പ്രമാണ നിരീക്ഷണമുണ്ട്. ഖുർആനിലേക്കുള്ള നോട്ടവും കണ്ണിൻ്റെ ശക്തി കൂടുതലാക്കുന്നതിന് ഉപയുക്തമാകുമെന്ന് പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ നിരീക്ഷണം വേറെയുമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിവരങ്ങൾ നൽകി സഹകരിച്ച എല്ലാ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും സംഘടിപ്പിച്ചവർക്കും അള്ളാഹു അർഹ പ്രതിഫലം നൽകുമാറാവട്ടെ. ശൈഖുനാ ബഹ്റുൽ ഉലൂമിൻ ജീവിതം ദർശനം സെമിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായ സ്വാഗതം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.